മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ച് നാൾക്ക് ശേഷം മിസ് വീണ്ടും വന്നിരിക്കേണ്ട ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മുടെ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 ബേസിക് സയൻസിലെ ചാപ്റ്റർ 7 മാജിക് ഓഫ് സെൻസ് അല്ലെങ്കിൽ ഇന്ദ്രിയ ജാലം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. കാരണം എന്താ, നിങ്ങളുടെ എക്സാം ഒക്കെ എത്തിയില്ലേടാ. അപ്പൊ കുറച്ചുപേര് ടെൻഷനൊക്കെ ആയിരിക്കും, ഏത് തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ആ ടെൻഷനൊക്കെ ഒഴിവാക്കിയൊക്കെ മിസ് വന്നിരിക്കുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പൊ വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം ഫ്രണ്ട്സിന് ഈ പറയുന്ന ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കുക. അവർക്ക് മാർക്ക് മേടിക്കണ്ടേ. അപ്പൊ അവരും ഈ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് അറിയട്ടെ. ഓക്കെ, അപ്പൊ മിസ് എന്തായാലും ടൈം ഒന്നും കളയുന്നില്ല. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ കണ്ണിക്കേട് വരാറില്ല, ചെങ്കണ്ണ്, കൺജക്ടിവിറ്റീസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇതിന്റെ ലക്ഷണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അതായത് കണ്ണ് വന്ന് ചുമക്കുന്നുണ്ട്, കണ്ണിൽ ഭയങ്കരമായിട്ട് എന്ത് വരുന്നുണ്ട്, റെഡ്നെസ് വരുന്നുണ്ട്, അത് ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, എന്താണ്, പെയിൻ, ഭയങ്കരമായിട്ട് വേദനിക്കും. ചില ആൾക്കാർക്ക് ഭയങ്കര വേദനയായിരിക്കും, അതെന്താണ്, മറ്റൊരു ലക്ഷണമാണ്. അതുപോലെ തന്നെ എപ്പോഴും എന്ത് വരുന്നത്, കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. കണ്ണിൽ നിന്ന് എന്താണ്, കണ്ണുനീര് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും കണ്ണിക്കേടിന്റെ ലക്ഷണമായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടൊന്നും നോക്കണ്ട, വേഗം ചാടി കയറി ആൻസർ ചെയ്തുകൊള്ളാം. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരും, അതായത് ആലോചിച്ച് എഴുതേണ്ട, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിന്തിച്ച് എഴുതേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടാതെ പെട്ടെന്ന് എന്ത് ചെയ്യുക, ആലോചിച്ച് ആൻസർ ചെയ്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 3 ലക്ഷണങ്ങളാണുള്ളത്. ഒന്ന്, ഭയങ്കര പെയിൻ ആയിരിക്കും കണ്ണിൽ. അത് മാത്രമല്ല, കണ്ണിൽ എന്താണ്, ഭയങ്കരമായിട്ട് റെഡ്നെസ് ഉണ്ടാകും. അതുപോലെ എപ്പോഴും കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇത് മൂന്നുമാണ് കണ്ണിക്കേടിന്റെ അല്ലെങ്കിൽ ചെങ്കണ്ണിന്റെ അല്ലെങ്കിൽ കൺജക്ടിവിറ്റീസിന്റെ ലക്ഷണങ്ങളായിട്ട്, സിംറ്റംസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? അപ്പൊ സെറ്റ് ആണെങ്കിൽ ഒന്ന് തമ്പിട്ട് കാണിച്ച് ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റിലേക്ക്, കണ്ണിനെ ബാധിക്കുന്ന, അതായത് ഓൾറെഡി കണ്ണിക്കേടിന്റെ കാര്യം പറഞ്ഞു, അതല്ലാതെ വേറെ എന്തൊക്കെ അസുഖങ്ങളാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ഒന്ന് പറഞ്ഞേടാ, ഏതൊക്കെ അസുഖങ്ങളാണ് ഇത്? ഈ 2 പറയണ്ട, വേറെ ഏതെങ്കിലും പറഞ്ഞാൽ മതി. എന്തൊക്കെയായിരിക്കും കണ്ണിനെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങൾ? ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാലും ഞെട്ടിയൊന്നും നിൽക്കണ്ട, നിങ്ങൾ എന്ത് ഏറ്റവും അറിയാവുന്ന ഒരു ആൻസേഴ്സ് എടുത്ത് ചെയ്താ കേട്ടോ. കാറ്ററാക്ട് അഥവാ തിമിരം, അതെന്താണ്, കണ്ണിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അതുപോലെ തന്നെ ഗ്ലൂക്കോമ എന്ന് പറയുന്ന അസുഖം എന്താണ്, കണ്ണിനെ ബാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഇത്തരം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചിലപ്പോൾ എക്സ്ട്രാ നമുക്ക് ടെക്സ്റ്റിലല്ലാത്ത ടൈപ്പ്, അതായത് ടെക്സ്റ്റിന് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഇത് ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്നൊന്നും കരുതി ഇരിക്കരുത്, വേഗം കയറി ആൻസർ ചെയ്തിക്കൊള്ളണം കേട്ടോ. ഇനി അടുത്തത് കാഴ്ച. നമ്മൾ ഓൾറെഡി സെൻസ് ഓർഗനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതായത് നമ്മുടെ കണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്, മൂക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, നാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, ചെവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു വിഷ്വലി ചാലഞ്ചഡ് ഇൻഡിവിജ്വൽസ് അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്സ്. അതായത് കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ എങ്ങനെയാണ് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേടാ. അതായത് കണ്ണ് കാണാത്ത ആൾക്കാർ എങ്ങനെയാണ് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്? ശബ്ദം കേട്ട് ആളുകളെ തിരിച്ചറിയുന്നത്. അതായത് അവർ കറക്റ്റായിട്ട് ഒരാളെ മനസ്സിലാക്കുന്നത് എന്താണ്, ശബ്ദത്തിലൂടെയാണ്. അപ്പം ഇന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതെന്താണ്, ഇന്ന ആളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആരെങ്കിലും അവരുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അവർ നടക്കുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നടന്നു വരികയാണെങ്കിൽ ആ നടക്കുന്ന ആ ഒരു പാദത്തിൻ്റെ ആ ഒരു സംഭവം അനുസരിച്ച് നമുക്ക് പുറത്തുള്ള, അതായത് വരുന്ന ആൾക്കാരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് നോക്കുവർ, അതായത് എന്ത് കിട്ടിയാലും ഒരു കാഴ്ചയില്ലല്ലോ, അപ്പോൾ അവർ തൊട്ട് നോക്കിയിട്ടാണ് അവർ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കറൻസി നോട്ടുകളൊക്കെ അവർക്ക് കാണാൻ പറ്റില്ല, ഇത് 500 നോട്ടാണ്, അല്ലെ ഇത് 200 നോട്ടാണ്, അല്ലെ ഇത് 100 നോട്ടാണെന്നൊക്കെ അവരെന്താ ചെയ്യുന്നത്, അത് ടച്ച് ചെയ്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ എന്താണ്, തൊട്ട് നോക്കിയിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. ഇനി അതുപോലെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അവയൊക്കെ എന്താ ചെയ്യുന്നത്, തൊട്ട് നോക്കും, അതും തൊട്ട് നോക്കും. അതായത് ഇത് ആപ്പിൾ ആണ്, ഇത് പൈനാപ്പിൾ ആണ്, ഇത് മത്തങ്ങയാണ്, ഇത് തണ്ണിമത്തനാണെന്നൊക്കെ അവർ തൊട്ട് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ മണത്ത് നോക്കിയിട്ടൊക്കെയാണ് അത്തരം കാര്യങ്ങൾ അവർ തിരിച്ചറിയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാലും ഞെട്ടി നിൽക്കണ്ട, നേരെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ചിന്തിച്ച് ആലോചിച്ച് ചെയ്താ കേട്ടോ. റെക്കഗ്നൈസ് പീപ്പിൾ ത്രൂ സൗണ്ട് വെച്ച് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഐഡന്റിഫൈ ദ കറൻസി ആൻഡ് കോയിൻ ബൈ ടച്ച്, അതായത് ടച്ച് ചെയ്തിട്ട് കോയിൻസും അതുപോലെ തന്നെ കറൻസിയും നമ്മൾ അറിയുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസിന്റെ ഫ്രൂട്ട്സിന്റെ കേസ് വരുമ്പോൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് റെക്കഗ്നൈസ് ബൈ ദർ ഷേപ്പ് ആൻഡ് സ്മെല്ല് വെച്ചിട്ടും അതിന്റെ ഷേപ്പ് വെച്ചിട്ടാണ് അവർ ഏത് ഫ്രൂട്ട്സ് ആണ് ഏത് വെജിറ്റബിൾ ആണെന്ന് തിരിച്ചറിയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എന്തെല്ലാം സവിശേഷതകളാണ് നോട്ട് തിരിച്ചറിയാനായിട്ട് കാഴ്ച വെല്ലുവിളി നേരിടുന്ന ആൾക്കാരെ സഹായിക്കുന്നത്? നോട്ട് കണ്ടിട്ടില്ലടാ, നമ്മളിപ്പോൾ നോക്കിയിട്ട് പറയും ഇത് 500 നോട്ടാണ്, അല്ലെങ്കിൽ ഇത് 200 നോട്ടാണ്, അല്ലെങ്കിൽ 100 നോട്ടാണ്. നമുക്ക് കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പറയുന്ന കണ്ണില്ലാത്ത ആൾക്കാർ, കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാർ, അവരെങ്ങനെയായിരിക്കും നോട്ട് തിരിച്ചറിയുന്നത്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വിച്ച് ഫീച്ചേഴ്സ് ഹെൽപ്പ് ദ വിഷ്വലി ചാലഞ്ചഡ് ഇൻഡിവിജ്വൽസ് ടു റെക്കഗ്നൈസ് ദ കറൻസി നോട്ട്? കറൻസി നോട്ട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് അവരെങ്ങനെയാണ് അവരെ സഹായിക്കുന്നത്? അതിനായിട്ട് നമ്മുടെ ഈ പറയുന്ന നോട്ടിൽസിൽ ടാക്ടൈൽസ് എന്ന് പറയുന്ന ലൈൻസ് ഉണ്ട്.
ഓക്കെ, നോട്ടിന്റെ സൈഡ് നിങ്ങൾ നോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ നോട്ടിന്റെ രണ്ട് സൈഡിലും എന്തുണ്ട്, ടാക്ടൈൽസ് എന്ന് പറയുന്ന ഒരു ലൈൻസ് ഉണ്ട്. ആ വരകളുടെ വലിപ്പ വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാർ ഈ ഓരോ നോട്ടുകളെയും തിരിച്ചറിയുന്നത്. അതായത് അതിനകത്ത് ടച്ച് ചെയ്ത് നോക്കും. നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും സൈഡിൽ എന്താണ് വരകൾ കാണാൻ സാധിക്കും. അതിനെ ടാക്ടൈൽ ലൈൻസ് എന്നാണ് പറയുന്നത്. ഈ ലൈൻസ് ടച്ച് ചെയ്തിട്ട് നമുക്ക് എന്താണ് അത് ഏത് നോട്ടാണെന്ന് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 100ന്റെ നോട്ടാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലായിട്ട് എന്താണ്, രണ്ട് വശത്തായിട്ടും 4 വരകൾ കാണാൻ പറ്റും. ഓക്കെ, അതായത് ഇങ്ങനെ 4 വരകൾ കാണാൻ പറ്റും. ഇപ്പൊ ഇത് നോട്ടാണെന്ന് കരുതിക്കും, ഇതൊരു നോട്ടാണെന്ന് കരുതിക്കും. ഈ നോട്ടിന്റെ ഈ രണ്ട് സൈഡിലായിട്ട് എന്താണ് ഇങ്ങനെ ലൈൻസ് ഉണ്ടാവും. ഓക്കെ, അതെന്താണ് 100ന്റെ നോട്ട് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് 100 രൂപ നോട്ട് അവർ തിരിച്ചറിയുന്നത്. അപ്പൊ ടാക്ടൈൽ ലൈൻസ് വെച്ചിട്ടാണ് കാഴ്ച വെല്ലുവിളിയുള്ള ആൾക്കാർ നോട്ട് അല്ലെങ്കിൽ കറൻസി തിരിച്ചറിയുന്നത്. അതാണ് പറയുന്നത് 100 rupees note has 4 lines in the center on both sides and there is a small gap after 2 ഓഫ് ദോസ് 4 ലൈൻസ്. അതായത് 4 ലൈൻസ് ഉണ്ടാവും, 2 ലൈൻസിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് 100 രൂപയാണെന്ന് മനസ്സിലാവും. ഇനി 200 രൂപയാണെന്നുണ്ടെങ്കിൽ 200 രൂപയാണെങ്കിലും എന്താ 4 ലൈൻസ് തന്നെയായിരിക്കും. പക്ഷേ ഈ വരകൾക്കിടയിൽ എന്താ ചെറിയൊരു റൗണ്ട് കാണാൻ പറ്റും. എനിക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു റൗണ്ട് അവിടെ ഫീൽ ചെയ്യും. ആ റൗണ്ട് ഫീൽ ചെയ്യണമെങ്കിൽ അത് എന്ത് മനസ്സിലാക്കാം, അത് 200ന്റെ നോട്ടാണ്, 200 rupees ആണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി 500ന്റെ ആണെന്നുണ്ടെങ്കിലോ ഇവിടെ 5 ലൈൻസ്, അതായത് ഈ റൗണ്ട് അല്ലായിരിക്കും, ഈ റൗണ്ടിന് പകരം എന്തായിരിക്കും ഇവിടെ 5 ലൈൻസ് ഉണ്ടാവും. ഈ 5 ലൈൻസ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് 500ന്റെ നോട്ടാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ അല്ലേടാ? അപ്പോൾ ഈ ടാക്ടൈൽ ലൈൻസ് വെച്ചിട്ടാണ് കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാർ ഇത് എത്ര നോട്ടാണല്ലേ, എത്ര നോട്ടെന്നല്ല, ഇത് ഏത് നോട്ടാണെന്ന് തിരിച്ചറിയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് ആണെങ്കിൽ ഒന്ന് തമ്പയച്ചടാ, വേഗം ഒന്ന് തമ്പയക്കാട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. ടാക്ടൈൽ ലൈനിന്റെ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. സാധാരണ ചിലപ്പോൾ ചോദിച്ചിരിക്കും, കാര്യം ഇതൊരു പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ പുതിയതായി ആഡ് ചെയ്തിരിക്കുന്നതിന് ക്വസ്റ്റ്യൻസ് ഇപ്പൊ കാണാറുണ്ട്, അതുകൊണ്ടാണ്. ഇനി അടുത്തത് നമ്മളെ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് കണ്ണ് എപ്പോഴും തിരുമാതിരിക്കുക. നമ്മൾ എപ്പോഴും എന്തെങ്കിലും പൊടി വീണാലോ പ്രാണി വീണാലോ ഇങ്ങനെ തിരുമല, അങ്ങനെ തിരുമാൻ പാടില്ല. ഡു നോട്ട് റബ് ദ ഐസ്, അതായത് കണ്ണുകൾ തിരുമാതിരിക്കുക. അതുപോലെ ഡു നോട്ട് ടച്ച് ഇൻസൈഡ് ദ ഐ, കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക. ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് കാര്യം നമ്മൾ കൈ അവിടെ ഇവിടെയൊക്കെ തൊടുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ കണ്ണിൽ തൊട്ട് കഴിഞ്ഞാൽ കണ്ണിലുള്ള അണുക്കൾ അല്ലെങ്കിൽ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ പാത്തോജൻസോ രോഗകാരികളോ എല്ലാം എന്താണ് കണ്ണിനുള്ളിൽ കയറി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ കണ്ണിനുള്ളിൽ എന്ത് ചെയ്യുക, സ്പർശിക്കാതിരിക്കുക. ഇനി ഡു നോട്ട് വാച്ച് ടെലിവിഷൻ ഇൻ ഡിം ലൈറ്റ്, അതായത് മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക. അതായത് നമ്മുടെയൊക്കെ ഒരു ശീലമാണ് അത്. തിയേറ്റർ പോലെ നമ്മുടെ വീടൊന്ന് സെറ്റ് ചെയ്യുക, അതായത് ഫുൾ കൂരാക്കൂരിട്ട്, എന്നിട്ട് എന്താ TV മാത്രം ഓൺ ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് കേടാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡിം ലൈറ്റിൽ ഒരിക്കലും TV കാണാൻ പാടില്ല. ലൈറ്റ് ഇട്ടതിന് ശേഷം മാത്രം TV കാണാം. അതാണ് കറക്റ്റ് വേ എന്ന് പറയുന്നത് കേട്ടോ. അതല്ലാതെ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ അത് കറക്റ്റ് വേ അല്ല. പിന്നെ അത് ഒത്തിരി കൂടി വലിയ സ്ക്രീൻ, അപ്പോൾ അത്രയും നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ടി വരില്ല. നമ്മുടെ വീട്ടിലെ TV എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഈ ഒരു ലെവലിലായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡിം ലൈറ്റിൽ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ അതെന്താണ് നമ്മുടെ കാഴ്ചയെ തന്നെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ ഒഴിവാക്കുക, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ഇനി അടുത്തത് ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺ. നിങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടേഴ്സ്, ടെലിവിഷൻ എക്സെട്ര ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അതായത് നമ്മൾ തുടർച്ചയായിട്ട് 2-3 മണിക്കൂറോ 4-5 മണിക്കൂർ അല്ലെ 1 മണിക്കൂർ തന്നെ എന്താണ് തുടർച്ചയായിട്ട് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാൻ പാടില്ല, കൊള്ളില്ല. പ്രത്യേകിച്ച് രാത്രി കേട്ടോ. രാത്രി നമ്മൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഫോൺ യൂസ് ചെയ്യുന്ന വഴി അതിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. കണ്ണിനെ മാത്രമല്ലടാ ബ്രെയിനെയും ബാധിക്കുന്നുണ്ട്. കാര്യം രാത്രി ആ ഇരുട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് ഉറങ്ങാനുള്ള മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാനില്ല, മിസ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉൽപ്പാദനം കുറയും. കാരണം ഈ ബ്ലൂ ലൈറ്റ് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ മനസ്സിലാവുന്നില്ല, ഇരുട്ടല്ലേ, അപ്പം ഞാൻ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഉറക്കത്തിനെ തടസ്സപ്പെടുത്താനും കാരണമാവുന്നുണ്ട്. അതുപോലെ കണ്ണിന് പ്രശ്നമാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ കൊണ്ട് എന്താണ് മൊബൈൽ ഫോൺസ് ഒഴിവാക്കുക. രാത്രി ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, കുറേ സമയം, അതായത് ദീർഘസമയം മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും TV തുടങ്ങിയ ഉപയോഗിക്കാതിരിക്കുക. അത് നമ്മുടെ കണ്ണിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണം. ഇനി ഡു നോട്ട് യൂസ് ഹാൻഡ് കർച്ചീഫ് യൂസ്ഡ് ബൈ അതേഴ്സ്, അതായത് മറ്റുള്ളവർ ഉപയോഗിച്ച എന്താണ് ഹാൻഡ് കർച്ചീഫ്, ടവല് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ് അവരുടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരും. നമ്മളത് മൂത്തിട്ട് തേക്കുന്ന വഴി നമ്മുടെ മൂക്കിലേക്കും അതിൻ്റെ അണുക്കൾ കയറിപ്പോവും, കണ്ണിലേക്കും അണുക്കൾ കയറിപ്പോയിട്ട് ആവശ്യമില്ലാത്ത അസുഖങ്ങളൊക്കെ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അത്രയും കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതായത് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾ ഇതിലൊരു 5 എണ്ണം പഠിച്ചു വെച്ചോ കേട്ടോ. 5 എണ്ണം ഉള്ളൂ അല്ലേ, മുഴുവനും പഠിച്ചു വെച്ചോന്നാലേ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. തന്നെ ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ലൈൻസ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്തതുണ്ട് കേട്ടോ. റീഡ് ഇൻ ദ വെൽ ലൈറ്റ് പ്ലേസ്, അതായത്
ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്ത് നിന്ന് വായിക്കുക. അതായത് കറക്റ്റായിട്ട് നന്നായിട്ട് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് മാത്രം എന്ത് ചെയ്യുക, വായിക്കുക കേട്ടോ. ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടുന്ന സ്ഥലത്ത് വായിക്കുക. ഇനി അടുത്തത്, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഇടക്കിടക്ക് എന്ത് ചെയ്യുക, ഡോക്ടറിനെ പോയി കാണുക. എന്തെങ്കിലും കണ്ണിൽ നിന്ന് എപ്പോഴെപ്പോഴും വെള്ളം വരുന്നു, ചൊറിച്ചിൽ വരുന്നു, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ ആവട്ടെ ചിലപ്പോൾ ഇന്നൊരു ദിവസത്തേക്കല്ലേ എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ മാറ്റി വെക്കരുത്. നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക. നമ്മൾ ആരും ഡോക്ടേഴ്സ് ആവേണ്ട കാര്യമില്ല, കാര്യം ഇതൊക്കെ പഠിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് കറക്റ്റായിട്ട് കാണിക്കുക. അതായത് ഇടക്കിടക്ക്, അതായത് ഇപ്പോൾ 2-3 മാസമൊക്കെ കൂടുമ്പോൾ അങ്ങനെ ഒന്ന് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ് എപ്പോഴും. കാരണം എന്തെങ്കിലും അസുഖം വരുന്നതിനേക്കാൾ മുമ്പ് അത് അറിയുന്നതല്ലേ. അതായത് വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാൻ സാധ്യതയുണ്ടോ എന്ന് അറിഞ്ഞ് അതിനനുസരിച്ചൊരു പ്രിവെൻഷൻ എടുക്കുന്നതാണ് നല്ലത്. ഇനി അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം എന്താണ്, പച്ചക്കറികളും ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ, ആഹാരക്രമത്തിൽ അല്ലെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. കാരണം നിങ്ങൾ വിചാരിക്കും ഭക്ഷണവും കണ്ണും തമ്മിൽ എന്താണ് മിസ്സേ ബന്ധം? ബന്ധമുണ്ട്. കാര്യം ഈ പറയുന്ന ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ വിറ്റാമിൻ എ ഉണ്ട്. വിറ്റാമിൻ എ ആണ് നമ്മുടെ കണ്ണ് കറക്റ്റായിട്ട്, അതിനകത്തൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ നമ്മുടെ കണ്ണിലുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ വേണ്ടി സഹായിക്കുന്ന വിറ്റാമിൻ എ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കോട്ടെ, ഈ പറയുന്ന വിറ്റാമിൻ എയും കണ്ണും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അപ്പോൾ വിറ്റാമിൻ എ കിട്ടിയാൽ മാത്രമാണ് കണ്ണ് കറക്റ്റായിട്ട്, കാഴ്ചശക്തിയായിട്ട് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കഴിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്, നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബർഗറോ അല്ലെങ്കിൽ അൽഫാമോ കുഴിമന്തിയോ ഒന്നും അല്ല, ഫ്രൂട്ട്സും വെജിറ്റബിൾസും വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ക്യാരറ്റ് ഒക്കെ കേട്ടോ, നല്ല സാധനം, അതൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പൊമോഗ്രാനൈറ്റ് ഒക്കെ ഇല്ലേ, ആ സാധനമൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണ്. ഓക്കെ, ചീര നല്ലതാണ്, ചീരയൊക്കെ കണ്ണിന് നല്ലതാണ്. അപ്പോൾ അത്തരം സാധനങ്ങൾ, ഞാൻ വെജിറ്റേറിയൻ കഴിക്കില്ല അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്ന കുട്ടികൾ, മക്കളെ കണ്ണ് നന്നായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ അല്ല ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തണം. ഇനി അടുത്തത്, കണ്ണിനെ സംരക്ഷിക്കുന്ന കാര്യം പറയുമ്പോൾ ചെവിനെ ഒഴിച്ചിടാൻ പാടില്ലല്ലോ. അപ്പോൾ ചെവിനെ സംരക്ഷിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? What should we be careful about protect our ears? അതായത് നമ്മുടെ ചെവി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്തോ ബോർ അടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇന്റർവെൽ സമയത്തോ ഈ പറയുന്ന പേനയോ പെൻസിലോ ഇട്ട് ചെവിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇളക്കി അങ്ങ് മറക്കുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ലടാ. പെൻസിലോ പേനയോ അല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളിയോ, അതായത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ വെച്ചിങ്ങനെ അഴുക്ക കളയും. അതൊക്കെ തെറ്റാണ്. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മളത് വീണ്ടും റിപ്പീറ്റ് അടിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡോണ്ട് പുട്ട് എനി ഒബ്ജക്ട് such as pencil, pen, അതുപോലെ തന്നെ സേഫ്റ്റി പിൻ എക്സെട്ര ഇൻ ടു ദ ഇയർ. അതായത് നമ്മുടെ മാച്ച് സ്റ്റിക്ക് ഉണ്ട് കേട്ടോ, അതായത് തീപ്പെട്ടിക്കൊള്ളി. അതായത് ഈ പറയുന്ന തീപ്പെട്ടിക്കൊള്ളിയോ സേഫ്റ്റി പിൻ, അതായത് അമ്മമാർ സാരിയൊക്കെ എടുക്കുമ്പോൾ മറ്റേ പിന്ന് യൂസ് ചെയ്യില്ലട്ടോ, സാരിയിൽ ഉപയോഗിക്കുന്ന ആ പിന്നാട്ടോ സേഫ്റ്റി പിൻ എന്ന് പറയുന്നത്. അതൊന്നും ചെവിയിൽ ഇടരുത്. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ചെവിയിൽ ഇടാൻ പാടില്ല, അത് തെറ്റാണ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ബഡ്സ് പോലുള്ള കാര്യങ്ങൾ ചെവിയുടെ അകത്തേക്കും ഇടരുത്. അതായത് നമ്മൾ പറയും ചെവിയുടെ അഴുക്ക് പോകാനായിട്ട് നല്ലതാ എന്ന് പറഞ്ഞിട്ട് സാധനം ഇട്ടതാകും. പക്ഷെ അതും എന്താണ്, ഈ ഒരു ഭാഗത്ത് മാത്രം ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ടിംബാനം അല്ലെങ്കിൽ ഒരു പാടയുണ്ട്. ആ പാട പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള കേൾവി ശക്തി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബഡ്സ് പോലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, ചെവിട്ടിനകത്തേക്ക് കടത്താതിരിക്കുക കേട്ടോ. ഇനി അടുത്തത്, കേൾവി നഷ്ടപ്പെടാൻ കാരണമായിരിക്കുന്ന സൗണ്ടുകൾ ഒഴിവാക്കുക. അതായത് ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാവില്ലടാ. നമ്മൾ ഈ പള്ളിപ്പെരുന്നാളായിക്കോട്ടെ, ഉത്സവ പറമ്പിലായിക്കോട്ടെ, അപ്പോഴൊക്കെ ഈ നേരെ സ്പീക്കറിൻ്റെ താഴെ വന്നിരിക്കുന്നു. അത് ചെയ്യാൻ പാടില്ല കേട്ടോ. ഭയങ്കര സൗണ്ട് ഉള്ള സ്ഥലത്ത് വന്നിരുന്നാലും നമ്മുടെ ഈ പറയുന്ന ചെവിക്ക് ഡാമേജ് വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളും ഒഴിവാക്കണം. ഇത്രയും കാര്യങ്ങളാണ് ചെവിയെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ ആണോ? സെറ്റാണോ? ഓക്കെ, സെറ്റാണെങ്കിൽ ഒരു തമ്പിട്ടേടാ. നിങ്ങളിങ്ങനെ കേൾക്കുന്നതിന് വരെ മിസ്സിന് ഒരു റെസ്പോൺസ് ഒക്കെ വേണ്ടേ അല്ലേ? മിസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് മിസ്സിന് അറിയണ്ട. അപ്പോൾ ഒരു തമ്പൊക്കെ ഇടുക കേട്ടോ. വേഗം തമ്പിട്ടോളൂ. ഓക്കെ. പിന്നെ ഇനി അടുത്തത്, നമ്മൾ കണ്ണിൻ്റെ കാര്യം പറഞ്ഞു, ചെവിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ മൂക്കിൻ്റെ കാര്യം പറയണ്ടേടാ. മൂക്കിനെ സംരക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ പറ. കണ്ണിൻ്റെ കാര്യം അതുപോലെ ചെവിയുടെ കാര്യം മിസ് പറഞ്ഞു. ഇനി നിങ്ങൾ പറഞ്ഞു മൂക്കിനെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? യെസ്, എല്ലാത്തിലും പറഞ്ഞ പോലെ കണ്ണിൽ കണ്ട സാധനങ്ങൾ തേക്കരുത്, അതുപോലെ ചെവിയിൽ കണ്ട സാധനങ്ങൾ കേറ്റരുത് എന്ന് പറയുന്നില്ല. മൂക്കിലും യാതൊരുവിധ വസ്തുക്കളും ഇടരുത്. അതാണ് ഡു നോട്ട് പുട്ട് എനി ഒബ്ജക്റ്റ് ഇൻസൈഡ് ദ നോസ്. നോസിൽ ഒരു വസ്തുക്കളും ഇടരുത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ചില കുട്ടികൾ പേപ്പറൊക്കെ ചുരുട്ടിയിട്ട് മൂക്കിലിടും തുമ്മാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കാര്യം നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ ഭാഗത്തൊക്കെ കുഞ്ഞു ബ്ലഡ് വെസൽസ് ഉണ്ട്, കുഞ്ഞു രക്തക്കുഴലുകളുണ്ട്, കാപ്പിലറീസ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി നമ്മൾ ഈ മൂക്കിൽ അതും ഇതൊക്കെ ഇട്ട് തുമ്മുമ്പോൾ ഭയങ്കര ഫോഴ്സ് എടുത്തിട്ടാണ് തുമ്മുന്നത്. ആ ടൈമിൽ ഇതൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ഇനി ശക്തിയായ മൂക്ക് ചീറ്റരുത്.
ഓക്കെ, അതായത് ഡോൺ ബ്ലോ യുവർ നോസ് ഫോഴ്സ്ഫുള്ളി, ഭയങ്കര ശക്തി പിടിച്ചിട്ടോ എല്ലാ കഫവും പോരട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ശക്തിയായിട്ട് ഒരിക്കലും മൂക്ക് ചീറ്റാനായിട്ട് നിൽക്കരുത്. അതും എന്താണ്, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ അശുദ്ധ ജലത്തിൽ മുങ്ങിക്കുളിക്കരുത്. ഡു നോട്ട് ബാത്ത് ഇൻ ദ ഇംപ്യൂർ വാട്ടർ. അതായത് ഇപ്പോൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നൊരു സാധനമില്ല, അമീബിക് മസ്തിഷ്ക ജ്വരം. അതെന്താണ്, ഇതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ആയിക്കോട്ടെ കുളം ആയിക്കോട്ടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങുന്ന മൂലമാണ് ഇത്തരം അസുഖങ്ങൾ വരുന്നത്. അതെന്താണ്, ഈ മൂക്കിലൂടെ വെള്ളം കയറിയിട്ടാണ് ഈ പറയുന്ന ബ്രെയിനിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ അതുപോലെ കൊള്ളൂലാത്ത വെള്ളത്തിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുങ്ങി കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിലൂടെ ഈ പാത്തോജൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറും. രോഗകാരി, പാത്തോജൻസ് എന്ന് വെച്ചാൽ രോഗകാരി എന്നാണ്. ഈ രോഗകാരി കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഒരിക്കലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യുക, കുളിക്കാതിരിക്കുക. വീട്ടിലെടുക്കുക, വീട്ടിൽ ബക്കറ്റിൽ കുളിച്ചോ കുഴപ്പമില്ല. അതായത് നമ്മുടെ വീട്ടിലെ കിണറോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പൈപ്പുകളോ പ്രശ്നമില്ല. അതല്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ പാത്തോജൻസ് ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഈ പറയുന്ന അമീബിക് മസ്തിഷ്ക ജ്വരമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മെഡിസിൻസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മരണസാധ്യത വളരെ കൂടുതലാണ്. 99% ആ അസുഖം വന്ന ആൾക്കാർ മരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരാൾ മാത്രം കണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നുണ്ട്. ബാക്കി എല്ലാവരും മരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കേസുകൾ, അതായത് നിങ്ങളിപ്പോൾ വെക്കേഷനൊക്കെ അടുത്ത് വരുമ്പോൾ അടുത്തുള്ള കുളത്തിൽ പോയി കുളിക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കുളിക്കാനൊക്കെ സാധ്യത കൂടുതലുള്ളതുകൊണ്ട് മിസ് ഇത്തിരി സ്ട്രെസ് ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് കുളിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം കോരി കുളിച്ചോടാ. അതല്ലാതെ കുളത്തിലൊന്നും ഇറങ്ങണം, കാലൊക്കെ വേണമെങ്കിൽ ഇട്ടോ. അതല്ലാതെ ഈ മുങ്ങി കുളിക്കുന്ന വഴി മൂക്കിലൂടെയാണ് പെട്ടെന്ന് പാത്തോജൻസ് കയറി പോകുന്നത്. അപ്പോൾ അത്തരം സാധ്യതകൾ ഒഴിവാക്കണം കേട്ടോ. ഇനി അടുത്തത് മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അതൊരു മാനേഴ്സ് കൂടിയാണ്. നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ എന്താണ്, മൂക്കിൽ നിന്നും വായിൽ നിന്നും, അതായത് നമുക്ക് കോൾഡ് ഉള്ള സമയത്താണ്, ജലദോഷമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തുമ്മിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചുമച്ചു കഴിഞ്ഞാലോ ഈ കഫം എന്താണ് മറ്റൊരാളുടെ ശരീരത്തിൽ വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യും? ഇത് പറഞ്ഞു തരേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ അറിയേണ്ട ഒരു മാനേഴ്സ് കൂടിയാണ്. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയേണ്ട ഒരു മാനേഴ്സാണ്. അതായത് നമ്മളൊക്കെ കഫം ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ മറ്റൊരാളെ സംബന്ധിച്ച് അതെന്താണ്, ഒരു അറപ്പ് വരുന്നൊരു സാധനമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എന്നല്ല, അത് മറ്റൊരാളുടെ ശരീരത്തിൽ വീഴാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് എല്ലാവരും ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുക. അത് കോൾഡ് ഉള്ള സമയത്തോ അതല്ലാത്ത സമയത്തോ എപ്പോഴും എന്താണ്, ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്തിരിക്കണം. നമ്മൾക്കിടെയൊക്കെ മലയാളികളുടെ മെയിൻ ശീലമാണ് ജലദോഷം ഉണ്ട് അപ്പം ഇന്ന് എന്തായാലും കർച്ചീഫ് യൂസ് ചെയ്യുക. അങ്ങനെയല്ല, എപ്പോഴും നമ്മുടെ പോക്കറ്റിൽ ഒരു കർച്ചീഫ് വെക്കുന്നതാണ് നല്ലൊരു മാനേഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് തുമ്മുമ്പോൾ ചിലപ്പോൾ അന്ന് ജലദോഷമൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ തുമ്മ ഈ പറഞ്ഞ പോലെ സലൈവയോ അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഭവം തെറിച്ച് മറ്റൊരാളുടെ മേത്ത് വീണ് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ എപ്പോഴും തുമ്മിക്കഴിഞ്ഞാലും ചുമച്ചു കഴിഞ്ഞാലും ഹാൻഡ് കർച്ചീഫ് വെച്ച് പൊത്തി പിടിച്ചിട്ടായിരിക്കണം ചുമക്കേണ്ടത്, അല്ലാതെ വാ തുറന്ന് ഭയങ്കരമായിട്ട് ചുമക്കരുത്. ഓക്കെ, അപ്പോൾ കവർ ദ മൗത്ത് ആൻഡ് നോസ് വിത്ത് ക്ലീൻ ഹാൻഡ് കർച്ചീഫ്. അതായത് വൃത്തിയുള്ള തൂവാലകൾ കൊണ്ട് വായും മൂക്കും പൊത്തിപ്പിടിക്കുക. അതായത് ഇങ്ങനെ പൊത്തിപ്പിടിക്കാനല്ല പറയുന്നത്, ആ തുമ്മുന്ന സമയത്ത് ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ അതായത് ആ ഒരു രീതിയിലായിരിക്കണം ചുമ ചെയ്യേണ്ടത് കേട്ടോ. ഇനി ചുമക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഹാൻഡ് കർച്ചീഫ് ഇല്ലാന്ന് എടുക്കുക, അങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ മതി. അങ്ങനെ രീതിയിൽ മറ്റു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് തെറിക്കാത്ത രീതിയിൽ ആ രീതിയിൽ നിങ്ങൾ ചുമയ്ക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് കേട്ടോ. വാ തുറന്നത് അത് ശരിക്കും ചെറുപ്പത്തിലേ പഠിക്കേണ്ട ഒരു കാര്യമാണ്. മിസ്സിൻ്റെ മോനോടൊക്കെ ഇപ്പോഴേ പറഞ്ഞു കൊടുക്കും മിസ്. അതായത് തുമ്മുന്ന സമയത്തൊക്കെ വാടച്ചു പിടിക്കണം, ചുമക്കുമ്പോൾ ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ ആളിപ്പോൾ ഓൾറെഡി പ്രാക്ടീസ് ആയി. ഇതൊക്കെ ചെറുപ്പത്തിലെ ശീലമാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ശീലിക്കാത്ത ആൾക്കാരോടാണ് പറയുന്നത്, അത് നമ്മുടെ ഒരു മാനേഴ്സ് കൂടിയാണ്. കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുക കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരാൾ ഉപയോഗിച്ച് എപ്പോഴും പറയുന്നതാണ്, നമ്മൾ മറ്റൊരാൾ ഉപയോഗിച്ച ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അയാൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വരും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ നമ്മളത് യൂസ് ചെയ്യുന്ന വഴി അവർക്കും വരും. അപ്പം നമ്മളായിട്ട് ഒരു രോഗം കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം അത്തരം സാഹചര്യങ്ങൾ എപ്പോഴും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി അടുത്തത് നാവ്. നമ്മുടെ മറ്റൊരു സെൻസ് ഓർഗനാണ് നാവ് എന്ന് പറയുന്നത്. നാവ് എന്താണ്, നമ്മൾ ഈ പറയുന്ന പോലെ വർത്താനം പറയാനൊക്കെ സഹായിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പം നാവിൻ്റെ എന്താണ് ഫങ്ഷൻസ് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തത് എന്താ, ടേസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. വെരി ഗുഡ്, അത് കറക്റ്റാണ്. ഇനി സംസാരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഹാരം വിഴുങ്ങുന്നതിലും എന്താണ്, നാവ് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അത് ടേസ്റ്റ് അറിയുക എന്നതല്ലാതെ നാവിൻ്റെ മറ്റു 2 ഫങ്ഷൻസ് ചെയ്താൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സംസാരിക്കുന്നത് അതുപോലെ തന്നെ ആഹാരം വിഴുങ്ങുന്നതൊക്കെ നാവിൻ്റെ മറ്റ് ധർമ്മങ്ങളാണ്, ഫങ്ഷൻസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മിസ്സേ എനിക്ക് നാവിൻ്റെ ഫങ്ഷനായിട്ട് രുചി അറിയുന്നത് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിരിക്കരുത് കേട്ടോ.
എന്താണ് സംസാരിക്കാൻ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, അതെന്താ ഈ നാക്കിട്ട് മൂവ് ചെയ്തിട്ടാണ്, അത് നാക്കാണ് സഹായിക്കുന്നത്. അതുപോലെ നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് വിഴുങ്ങാൻ സഹായിക്കുന്നമാര് തന്നെയാണ് ഈ പറയുന്ന നാക്ക് തന്നെയാണ് കേട്ടോ. ഇനി നാക്കിന്റെ ആരോഗ്യത്തിനായിട്ട്, അതായത് ടേസ്റ്റ് അറിയാനായിട്ട് സഹായിക്കുന്ന ഒരു സെൻസ് ഓർഗൻ ആണ് നാക്ക് അല്ലെങ്കിൽ ടങ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാവിന്റെ ആരോഗ്യത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഓ, നാവിന് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം കരുതലൊക്കെ എടുക്കണമെന്ന്. എടാ, കരുതൽ എടുക്കണോടാ. ഫസ്റ്റ്, അധികമായിട്ട് ചൂടോ തണുപ്പുള്ള വസ്തുക്കൾ കഴിക്കരുത്. ചില ആൾക്കാരിക്കണം, അതായത് മിസ് കൂട്ടത്തിലുള്ളതാണ്, ഈ ചൂടായിട്ടുള്ള ചായയൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷെ അങ്ങനെ ചെയ്യരുത്, അത് നമ്മുടെ നാക്കിനോട് ചെയ്യുന്ന ദ്രോഹമാണ്, ദ്രോഹം. ഓക്കെ, ഡോണ്ട് ഈറ്റ് എക്സ്ട്രീംലി ഹോട്ട് ഓർ കോൾഡ് ഫുഡ്. അതായത് ഭയങ്കരമായിട്ട് ചൂടായിട്ടുള്ളതോ ഭയങ്കരമായിട്ട് തണുത്തതായിട്ടുള്ള വസ്തുക്കൾ കഴിക്കാതിരിക്കുക. അതായത് പണ്ടൊരു സിനിമ ഡയലോഗ് ഉണ്ട്, ഗുപ്തന് ചൂടൻ ചായ ഊതി ഊതി കുടിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്ന പോലെ. അതായത് ഊതി ഊതി കുടിച്ചാൽ, അല്ലാതെ ചൂടേപ്പാട് എടുത്ത് കുടിക്കരുത്. അതെന്താ, നമ്മുടെ ഈ പറയുന്ന ടങ്കിന് ദോഷം ചെയ്യുന്നുണ്ട് കേട്ടോ, അതിന്റെ ആരോഗ്യത്തിന് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ചൂടോ തണുപ്പോ അധികമുള്ള വസ്തുക്കൾ കഴിക്കാതിരിക്കുക. രണ്ടാമത്, ടങ് ക്ലീനർ ഉപയോഗിച്ച് നിർബന്ധിച്ച്, അതായത് ഭയങ്കര ടങ് ക്ലീനർ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യാൻ പാടില്ല, വടിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കളയാം. ടങ് ക്ലീനർ യൂസ് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ല. ചെയ്യാത്ത കുറെ കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം, കുഴപ്പമില്ല, അങ്ങനെ തന്നെ വയ്ക്കും. ചെയ്യുന്ന കുട്ടികളോട് ഭയങ്കര ഫോഴ്സ്ഫുള്ളി നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാക്കിലെ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, അതിന് ഡാമേജ് വരും. ടേസ്റ്റ് ബഡ്സ് ആണ് നമ്മുടെ നാവിന്റെ രുചി അറിയിക്കാൻ സഹായിക്കുന്ന സാധനം. അപ്പോൾ അത് അതിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി ഈ ടങ് ക്ലീനർ വെച്ച് അങ്ങ് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തിട്ട് വടിച്ചു കളയാനായിട്ട് ശ്രമിക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് നാവിന്റെ ആരോഗ്യത്തിനായിട്ട് ചെയ്യേണ്ടത് കേട്ടോ. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ത്വക്കിൻ്റെ സംരക്ഷണം, അതായത് ഒരാൾ ടച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ പുറത്തെ തണുപ്പായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രഷർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചൂടായിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്കിന്നിനെ നമ്മൾ കറക്റ്റായിട്ട് സംരക്ഷിക്കണം. കാരണം നമ്മൾ വിചാരിക്കും സ്കിൻ എന്ന് പറഞ്ഞ ഫേസിൽ മാത്രമാണ്. അപ്പോൾ ഫേസിലൊക്കെ പൗഡറൊക്കെ ഇട്ട് മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്ത് വെക്കും, പക്ഷേ മറ്റു ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗവും എന്താ സ്കിന്ന് വെച്ചാണ് കവർ ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും നമ്മൾ ഒരുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. ഫേസ് മാത്രമല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത്. എന്താണ്, should keep in the skin clean, അതായത് ത്വക്ക് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഓക്കെ, കറക്റ്റ്. അതായത് ഫേസ് മാത്രമല്ല, കൈയും കാലും എല്ലാ ഭാഗവും എന്താണ് നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യണം. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. അതായത് വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കുടിച്ചാൽ മാത്രമാണ് നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് ഒക്കെ മാറുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ഓക്കെ, അത് നമ്മുടെ ഫേസിന് നല്ലത്. നന്നായി വെള്ളം കുടിക്കുന്നവർക്ക് നല്ല ഗ്ലോ കിട്ടും. ഓക്കെ, വേഗം കുടിച്ചോട്ടോ, നല്ല ഫേസൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നത് വഴി ഈ പറയുന്ന പോലെ ഡ്രൈനെസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. അപ്പോൾ വെള്ളം എന്താണ്, സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ, ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ എന്താണ് അങ്ങനത്തെ കാര്യങ്ങൾ, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിലല്ല ആഹാര ശീലത്തിൽ ഉൾപ്പെടുത്തണം. കാരണം എന്നാൽ മാത്രമാണ് സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കുള്ളൂ. അതല്ലാതെ നമ്മൾ ഫേസിലാണെങ്കിൽ കൂടി അത് തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. കണ്ണി കണ്ട ക്രീമും കാര്യങ്ങളൊക്കെ പറയുന്നതിന് പകരം നല്ല പച്ചക്കറികൾ, ക്യാരറ്റൊക്കെ കഴിക്കൂ, ബീട്രൂട്ടൊക്കെ കഴിക്കൂ, ചീരയൊക്കെ കഴിക്കൂ, നല്ല ഫ്രൂട്ട്സ്, പപ്പായ കാര്യങ്ങളൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ അറിയാൻ പറ്റും. അതുപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ഒരു 2 തൊട്ട് 2.5 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ നോക്കും. നിങ്ങളിപ്പോൾ ഈ പ്രായമല്ല, ശരിക്കും 3 ലിറ്റർ വരെയാണ്. നിങ്ങളിപ്പോൾ 5ാം ക്ലാസ്സിലെ പിള്ളേരാണല്ലോ, അപ്പോൾ ഒരു 2 ലിറ്റർ എങ്കിലും മിനിമം ഒന്ന് കുടിച്ചു നോക്കിയേ. ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. നല്ല ആ ഡ്രൈനെസ് ഒക്കെ മാറി സോഫ്റ്റ്നെസ്സിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുക, അതുപോലെ നല്ല പച്ചക്കറികൾ കഴിക്കുക, നല്ല ഫ്രൂട്ട്സ് കഴിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ വഴി നമ്മുടെ സ്കിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വരും. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മൾ വേനൽ സമയത്ത് കേട്ടോ, അതായത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേനൽ സമയത്ത് തൊഴിൽ സമയങ്ങളിലൊക്കെ ഇല്ലേ കുറേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തായിരിക്കും കാര്യം? അതായത് വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കുറേ ഇങ്ങനെ ഈ ടൈമിൽ ഇറങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ വെക്കേഷനിൽ മെയ് മാസത്തെ ഒരുപാട് സ്കൂളുകളിൽ വെക്കേഷനിൽ ക്ലാസ് നടത്തിയിരുന്നു. പക്ഷെ എന്താണ് ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് പറഞ്ഞു ഇനി വെക്കേഷന് ക്ലാസ് നടത്തണ്ട, കാര്യം ഇനി വെയിൽ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഇനി സ്കൂൾ തുറന്നിട്ട് ജൂൺ തൊട്ട് ക്ലാസ് നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കും കാര്യം? എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ കാര്യം വരുന്നത്? കാര്യം കേട്ടോ കേട്ടോ. അതായത് ഭയങ്കരമായിട്ട് വേനൽക്കാലം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചൂട് വരും. ആ ചൂട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത, ഡീഹൈഡ്രേഷൻ വരും. അതായത് നിർജ്ജലീകരണം, അനാവശ്യമായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് വേർത്ത് വെള്ളം പോകുന്ന വഴി നമ്മുടെ ശരീരത്തിന് വെള്ളം കിട്ടാത്ത ഒരു കണ്ടീഷൻ വരും. ഇത് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ടയേർഡ് ആക്കുന്നുണ്ട്, പ്രൊഡക്റ്റീവ് ആക്കാതെ ലെസ് പ്രൊഡക്റ്റീവ്, അതുപോലെ ടയേർഡ് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകളെ ക്ഷീണിപ്പിക്കുകയും അതുപോലെ ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ആ സമയത്ത് ജോലി ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട്
അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഭയങ്കര വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര വെയിൽ വരുന്ന കണ്ടീഷനിൽ ഇത്രയും സമയത്ത് സൂര്യൻ്റെ താഴെ വരാൻ പാടില്ല, വെയിലത്ത് ഇറങ്ങാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ വരുന്നത്. അതുപോലെ തന്നെയാണ് സ്കൂളിലും. അതായത് മെയ് മാസത്തിലും ഏപ്രിൽ മാസത്തിലും നിങ്ങൾക്ക് സ്കൂൾ നടത്താത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് ആ ടൈമിൽ നിങ്ങൾ സ്കൂളിൽ പോയിരുന്ന ഭയങ്കര ചൂട് വന്ന് ഡീഹൈഡ്രേഷൻ സംഭവിച്ച് വേർത്ത് പോയി നിങ്ങളുടെ ശരീരത്തിൽ വെള്ളമില്ലാതാവുകയും നിങ്ങൾ ഭയങ്കര ടയേർഡ് ആവുകയും നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ട് യാതൊരു പ്രയോജനമില്ല, കോൺസെൻട്രേഷൻ പോകും. ഓക്കെ, ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ തലവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് ഉള്ള കോൺസെൻട്രേഷൻ പോയി ആ ക്ലാസ്സിലിരിക്കുന്നതിന് യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു കണ്ടീഷൻ വരും. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ എന്ത് പറയുന്നത്, വെക്കേഷൻ ക്ലാസ് വേണ്ട എന്നുള്ളത് ഈ പറയുന്ന എല്ലാ സ്കൂൾസിനോടും പറയുന്നതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സൂര്യനായിട്ട് കുറേ നേരം എന്താണ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ അവരുടെ താഴെ സൂര്യൻ്റെ തൊട്ട് താഴെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സൂര്യതാപം ഏൽക്കാനായിട്ടുള്ള സൺബേൺ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മുടെ സ്കിൻ, അതായത് ചർമ്മത്തിന് ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, അത് മാറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ചൂടുള്ള സമയത്ത് ഒരു തൊഴിൽ മേഖലകളിലായാലും സ്കൂൾ വിദ്യാഭ്യാസ മേഖലകളിലായാലും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാലും ഞെട്ടരുത്. കാരണം സൂര്യൻ എന്ന് പറയുന്നത് കാണുമ്പോൾ അയ്യോ സൂര്യനെ കുറിച്ചൊന്നും നമുക്ക് പഠിക്കാനില്ലല്ലോ, അല്ലെങ്കിൽ ആ സമയത്തെക്കുറിച്ചൊന്നും പഠിക്കാനില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അതെന്താണ് നമ്മൾ ആലോചിച്ച് ആൻസർ ചെയ്തേണ്ടതാണ്. ഓക്കെ അല്ലേടാ? അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ മിസ്സിന് പറയാനായിട്ട്. അപ്പം എല്ലാവരും നന്നായി പഠിക്കാം, നല്ല അടിപൊളിയായിട്ട് എക്സാംസ് ചെയ്താൽ. പിന്നെന്താണ്, മിക്കപ്പോഴും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, അതായത് ദ മാജിക് ഓഫ് സെൻസ് അല്ലെങ്കിൽ ഇന്ദ്രിയജാലം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ട, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ 2-3 പ്രാവശ്യമെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇനി അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ, സീ യു.